2026 സംസ്ഥാന രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായ വർഷം. 4 മാസമേ ഉള്ളൂ ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പിന്. മൂന്നാം LDF സർക്കാർ എന്ന ഉറച്ച ആത്മവിശ്വാസത്തിൽ LDF നേരത്തെ തന്നെ ഫൈനലിന് സജ്ജമായി കഴിഞ്ഞിരുന്നു. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് എന്ന സെമി ഫൈനൽ ജയിച്ച് UDFും ഫൈനലിന് സജ്ജമായി കഴിഞ്ഞു. 2020 വോട്ട് ശതമാനം പോലും കിട്ടാതെ BJP ഏറെക്കുറെ ഈ ഫൈനലിൽ നിന്നും പുറത്താണ്. സംസ്ഥാന തലത്തിൽ മൊത്തത്തിൽ നോക്കിയാൽ UDFന് കൈവരിക്കാൻ കഴിഞ്ഞ നേട്ടം പക്ഷേ കണ്ണൂർ ജില്ലയിൽ ഉണ്ടായിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. 8 നിയമസഭാ മണ്ഡലങ്ങളിൽ ഇപ്പോഴും LDF തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത്. എന്താണ് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചത്? കേരള രാഷ്ട്രീയം എങ്ങോട്ടാണ്? വീണ്ടും LDF സർക്കാർ അധികാരത്തിൽ വരാനുള്ള സാധ്യതകൾ ഇപ്പോഴുമുണ്ടോ? ഈ വിഷയങ്ങളൊക്കെയാണ് സമൂഹം ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. കണ്ണൂർ വിഷൻ BMH ക്വസ്റ്റ്യൻ അവറിൽ ഈ ആഴ്ച ചർച്ച ചെയ്യുന്നതും ഇതേ വിഷയമാണ്. നമ്മളോടൊപ്പം അതിഥിയായി ചേരുന്നത് CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷാണ്. തികച്ചും പ്രൊഫഷണലിസം ഈ തെരഞ്ഞെടുപ്പിൽ പ്രചരണ രംഗത്തടക്കം കൊണ്ടുവരാൻ കഴിഞ്ഞ ജില്ലാ സെക്രട്ടറി കൂടിയാണ് KK രാഗേഷ്. 40-ലധികം സീറ്റ് കണ്ണൂർ കോർപ്പറേഷനിൽ UDFന് ജയിക്കാൻ കഴിയുന്ന സാഹചര്യം ഈ ഡിവിഷൻ പുനർവിഭജനത്തോടുകൂടി ഉണ്ടായി എന്ന് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ആകെ വിലയിരുത്തിയതാണ്. അവിടെയും ഒരു പോരാട്ടത്തിൻ്റെ പോർമുഖം തുറക്കാൻ കണ്ണൂരിൽ CPMന് കഴിഞ്ഞിട്ടുണ്ട്. അത് KK രാഗേഷ് ഉയർത്തിക്കൊണ്ടുവന്ന അഴിമതി ആരോപണവുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. എല്ലാ പ്രേക്ഷകർക്കും കണ്ണൂർ വിഷൻ BMH ക്വസ്റ്റ്യൻ അവറിലേക്ക് ഹൃദ്യമായ സ്വാഗതം KK രാഗേഷ്. താങ്ക് യു. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ വലിയ ആത്മവിശ്വാസത്തോടു കൂടിയാണ് സംസ്ഥാനത്താകെ LDF പ്രചരണ പ്രവർത്തന രംഗത്ത് ഉണ്ടായിരുന്നത്. വലിയ മുന്നേറ്റം ഉണ്ടാകും എന്ന ആത്മവിശ്വാസം. എവിടെയാണ് ആ കണക്കുകൂട്ടലുകൾ പിഴച്ചുപോയത്? ഞങ്ങൾ കണ്ടിരുന്നത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് നടപ്പിലാക്കിയിട്ടുള്ള സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങളുണ്ട്. ഓരോ മനുഷ്യനെയും സ്പർശിക്കുന്ന ക്ഷേമ പദ്ധതികളുണ്ട്. അതുപോലെ തന്നെ കേരളത്തെ പുതിയ കാലത്തിനനുസൃതമായി രൂപപ്പെടുന്നതിന് വേണ്ടിയുള്ള വിജ്ഞാന സമൂഹ നിർമ്മിതിയുടെ ഭാഗമായി നടപ്പിലാക്കിയിട്ടുള്ള നിരവധിയായ ഇടപെടലുകളുണ്ട്. ഇതെല്ലാം ചേർത്ത് വെക്കുമ്പോൾ സ്വാഭാവികമായും സമൂഹത്തിലെ ഏറ്റവും അടിസ്ഥാന ജനവിഭാഗങ്ങൾ, അതുപോലെ തന്നെ വികസന പ്രവർത്തനങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇടത്തരം ജനവിഭാഗങ്ങൾ, പുതിയ കാലഘട്ടത്തെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് നടത്തിയിട്ടുള്ള ഇടപെടലിൻ്റെ ഫലമായി യുവാക്കൾ, പുതിയ തലമുറ, ഇതെല്ലാം സ്വാഭാവികമായും ഇടതുപക്ഷത്തിൻ്റെ കൂടെ നിൽക്കും എന്ന് മാത്രമേ പ്രതീക്ഷിക്കാൻ വേണ്ടി കഴിയൂ. ആ ഒരു പ്രതീക്ഷയാണ് ഇടതുപക്ഷത്തിന് പൊതുവിലുണ്ടായിരുന്നത്. പക്ഷേ ഫലം വന്നപ്പോൾ പരിശോധിക്കുമ്പോൾ കാണുന്നത് ഈ വികസനക്ഷേമ പ്രവർത്തനങ്ങൾ ജനങ്ങളിൽ എത്തിക്കാതിരിക്കാൻ വലിയ നിലയിലുള്ള പരിശ്രമങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഞങ്ങൾ വികസനവും ക്ഷേമവും മാത്രമാണ് ഈ തെരഞ്ഞെടുപ്പിൽ പ്രചരിപ്പിക്കാൻ വേണ്ടി നോക്കിയത്. പക്ഷേ അതിനെ മറച്ചു വെക്കാൻ വേണ്ടി കഴിയുന്ന വിധത്തിലുള്ള വർഗീയ പ്രചരണം, അങ്ങേയറ്റം തെറ്റായ പച്ച നുണ പ്രചരിപ്പിച്ചുകൊണ്ട് ആളുകളെ വർഗീയമായി വിഭജിക്കാനുള്ള ഒരു വലിയ പരിശ്രമം ഇവിടെ നടന്നിട്ടുണ്ട്. ആ പരിശ്രമത്തെ ഞങ്ങളുടെ ദൗർബല്യം എന്താ? ചില മേഖലകളിൽ ആ പരിശ്രമത്തെ പ്രതിരോധിക്കാൻ ഞങ്ങളുടെ രാഷ്ട്രീയ സംഘടനാ ഇടപെടലിലൂടെ സാധിച്ചു. എന്നാൽ ചില സ്ഥലങ്ങളിൽ അത് കഴിഞ്ഞില്ല. അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി കഴിയുന്ന അത്രയും ശേഷിയോടുകൂടി ഉള്ള ഒരു രാഷ്ട്രീയ സംഘടന കരുത്തുള്ള മേഖലകൾ എല്ലാത്തിടങ്ങളിൽ വേണ്ടത്ര പ്രതിരോധിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ സർക്കാരിൻ്റെ പ്രവർത്തനം ഇവിടെ വേണ്ടത്ര ചർച്ച ചെയ്യപ്പെട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, നമ്മുടെ മാധ്യമങ്ങളിലൊക്കെ നിറഞ്ഞു നിന്നത് വിവാദങ്ങൾ മാത്രമായിരുന്നു. ആ വിവാദങ്ങളാണെങ്കിൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള വിവാദമാണ്. അത് ഓരോന്നെടുത്ത് പരിശോധിച്ചാലും മനസ്സിലാവും, നിർമ്മിക്കപ്പെട്ട വിവാദങ്ങളാണ്. അപ്പോൾ ആ വിവാദങ്ങളുടെ ലക്ഷ്യം യഥാർത്ഥത്തിൽ പ്രതിപക്ഷത്തിന് ധൈര്യമുണ്ടായിരുന്നുവെങ്കിൽ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളാണ് ഇവിടെ വിലയിരുത്തപ്പെടാൻ വേണ്ടി പോകുന്നത് എന്ന് ഞങ്ങൾ ധൈര്യത്തോടെ പറഞ്ഞിട്ടും ആ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെ വിമർശിക്കാനോ
അല്ലെങ്കിൽ ഇന്ന കാര്യം ഈ ഗവൺമെൻറ് ചെയ്തില്ല, ഇന്നത് ചെയ്യണമായിരുന്നു, ഞങ്ങളുടെ ഘട്ടത്തിൽ ഇങ്ങനെയൊക്കെ ചെയ്തിരുന്നു, എന്നാൽ നിങ്ങൾ വന്നപ്പോൾ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനത്തെ ഏതെങ്കിലും വിധത്തിൽ വിമർശിക്കാനോ അതിലെന്തെങ്കിലും കുഴപ്പമുണ്ട്, കുറവുണ്ട് എന്ന് പറയാനോ പ്രതിപക്ഷത്തിന് പറയാൻ ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. മറിച്ച് സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ ചർച്ചയാകാതിരിക്കാൻ വേണ്ടി പറ്റുന്ന വിധത്തിൽ ഒരു ഭാഗത്ത് കേരളം ഇന്ന് വരെ കാണാത്ത വിധത്തിലുള്ള വർഗീയ പ്രചരണം, മറുഭാഗത്ത് മറ്റ് വിഷയങ്ങളെ മുൻനിർത്തിക്കൊണ്ടുള്ള വിവാദങ്ങൾ, പെരുന്നുണകൾ പ്രചരിപ്പിച്ചുകൊണ്ടുള്ള വിവാദങ്ങൾ, ഇതൊക്കെയാണ് കേരളത്തിലുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരം കാര്യങ്ങളെക്കാൾ കൂടുതൽ വികസന കാര്യങ്ങൾ ചർച്ചയിൽ വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ആ വികസന കാര്യങ്ങൾ ചർച്ചയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്നതോടുകൂടി ജനങ്ങൾ വലിയ നിലയിൽ വർഗീയമായിട്ടുള്ള പ്രചരണത്തെയോ അല്ലെങ്കിൽ പെരുന്നുണകളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള വിവാദങ്ങളെയോ കണക്കിലെടുക്കാതെ വികസനത്തെ കണക്കിലെടുത്തുകൊണ്ട് ജനങ്ങൾ നിലപാട് സ്വീകരിക്കുമെന്നുള്ള ഉറച്ച പ്രതീക്ഷയാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. ഈ ജമാഅത്തെ ഇസ്ലാമിക്കെതിരെയും മുസ്ലിം ലീഗിനെതിരെയും ഒക്കെയാണ് ശക്തമായ ഒരു ക്യാമ്പയിൻ LDF ഉയർത്തിക്കൊണ്ടുവന്നത്. ഈ ജമാഅത്തെ ഇസ്ലാമിക്കെതിരെയും മുസ്ലിം ലീഗിനെതിരെയും ഒക്കെ പറയുമ്പോൾ അത് മുസ്ലിം സമൂഹത്തിനെതിരെയാണ് എന്ന് വരുത്തി തീർക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? തീർച്ചയായും അതാണല്ലോ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ എൻ്റെ പഞ്ചായത്തിൽ തന്നെ ഞാൻ കഴിഞ്ഞ ദിവസം പത്രസമ്മേളനത്തിൽ പറഞ്ഞു, അവിടെ അതിഭീകരമായ വർഗീയ പ്രചരണം നടത്തി. വർഗീയ പ്രചരണം നടത്തി എന്നുള്ളത് എൻ്റെ ഒരു വിമർശനമാണ്. എൻ്റെ കയ്യിൽ അതിൻ്റെ തെളിവുണ്ട്. അവിടെയുള്ള മുൻ പഞ്ചായത്ത് പ്രസിഡൻ്റായിട്ടുള്ള സ്ഥാനാർത്ഥി വീടുകളിൽ പോയിട്ട് വോട്ടഭ്യർത്ഥിക്കുന്നതിനെക്കുറിച്ച് നടത്തിയ പ്രചരണം, അതിൻ്റെ വോയിസ് ക്ലിപ്പ് ഞാൻ കേൾപ്പിച്ചു തരാം. പറഞ്ഞത് മുസ്ലിം വീട്ടിൽ പോയി മുസ്ലിം സ്ത്രീകളെ LDFൻ്റെ സ്ഥാനാർത്ഥി വശീകരിക്കുന്നു, അതുവഴി വംശീയ വർഗീയ ചേരിതിരിവുണ്ടാക്കുന്നു. ഇതാണ് പ്രചരണം. എൻ്റെ നാട് എന്ന് പറഞ്ഞാൽ മുസ്ലിം സഹോദരങ്ങൾ അല്ലെങ്കിൽ ഹൈന്ദവ സഹോദരങ്ങൾ രണ്ട് വിഭാഗവും അങ്ങേയറ്റ സൗഹാർദ്ദത്തോടെ സ്നേഹത്തോടെ കഴിയുന്ന മനുഷ്യരാണ്. ആ മനുഷ്യരെ വർഗീയമായി വിഭജിക്കാനുള്ള ശ്രമം നടത്തി. ആ ശ്രമത്തെയാണ് ഞാൻ വിമർശിച്ചത്. അങ്ങനെ വിമർശിച്ചപ്പോൾ എന്താ മുസ്ലിം ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ പത്രസമ്മേളനം നടത്തിയിട്ട് പറഞ്ഞത്? അവിടെ വോട്ട് ചെയ്ത വോട്ടർമാർ മുഴുവൻ വർഗീയവാദികളാണ്, പഞ്ചായത്തിലെ എല്ലാ മനുഷ്യരെയും ഞാൻ അധിക്ഷേപിക്കലാണ്. ഞാൻ അധിക്ഷേപിച്ചല്ലോ, ഞാൻ പറഞ്ഞതെന്താ, ഈ വർഗീയ പ്രചരണം നടത്തിയ മുസ്ലിം ലീഗിനെയും ജമാഅത്തെ ഇസ്ലാമിയാണ് ഞാൻ വിമർശിച്ചത്. അങ്ങനെ വിമർശിക്കുമ്പോൾ അത് മുസ്ലിം സമുദായത്തെയാകെ ഞാൻ വിമർശിക്കുകയാണ്, അവരെ ആകെ വർഗീയവാദികളാക്കുകയാണ് എന്നതാണ് നറേറ്റീവ്. ഇതുണ്ടാക്കുന്ന അപകടം എത്ര വലുതാണ്. ഇപ്പോൾ മുണ്ടേരി പഞ്ചായത്തിലായാലും നാട്ടിലെവിടെയായാലും വർഗീയ പ്രചരണം നടത്തുമ്പോൾ ആ വർഗീയ പ്രചരണത്തിൻ്റെ പ്രതിഫലനമുണ്ടാകുന്നത് എങ്ങനെയാണ്? ജനങ്ങളിൽ അവിശ്വാസം ഉണ്ടാവും, ജനങ്ങളിൽ ചേരിതിരിവുണ്ടാവും, വർഗീയമായിട്ടുള്ള ചേരിതിരിവുണ്ടാവും. ഒരു ഭാഗത്ത് RSS ചെയ്യുന്നതെന്താ? സംഘപരിവാർ ചെയ്യുന്നതെന്താ? സംഘപരിവാർ ചെയ്യുന്നത് ജനങ്ങളെ വർഗീയമായി ഹിന്ദുത്വ രാഷ്ട്രീയത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് വിഭജിക്കാനാണ് ശ്രമിക്കുന്നത്. ആ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് കൃത്യമായിട്ടുള്ള ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യമെന്ന് പറയുന്നത് ഒന്ന് മതന്യൂനപക്ഷങ്ങളാണ്, രണ്ടാമത്തെ ദളിത് ആദിവാസി പിന്നോക്ക ജനവിഭാഗങ്ങളാണ്, ഈ ലക്ഷ്യത്തെ എതിർക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരാണ്. ഈ ലക്ഷ്യത്തോടു കൂടിയാണ് അവരിടപെടുന്നത്. ഞങ്ങളവരെ അതിശക്തമായി പ്രതിരോധിക്കുന്നവരാണ്. ഇപ്പോൾ ഞങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയെ പിൻപറ്റിക്കൊണ്ട് മുസ്ലിം ലീഗും ഉൾപ്പെടെ നടത്തുന്ന വർഗീയ പ്രചരണങ്ങളെ മാത്രമല്ല ഞങ്ങൾ പ്രതിരോധിക്കുന്നത്. ഞങ്ങൾ ഹിന്ദുത്വത്തിനെതിരായി ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ RSSൻ്റെ വർഗീയ പരിശ്രമങ്ങളെ ഏറ്റവും ശക്തമായി നിശിതമായി വിമർശിക്കുന്നവർ ഞങ്ങളല്ലേ. ഇവർ ഞങ്ങളെക്കുറിച്ച് പറയുന്നത് എന്താ? ഞങ്ങൾ RSSുമായി സന്ധി ചെയ്യുക. ഞാൻ ഒറ്റ ചോദ്യം ചോദിക്കാം, ഈ കേരളത്തിലെ മുസ്ലിം ലീഗിൻ്റെ കോൺഗ്രസിൻ്റെ ഏതെങ്കിലും ഒരു നേതാവ് RSSനെയും BJPയെയും വിമർശിക്കുന്നത് നിങ്ങൾ നാളിതുവരെ കണ്ടിട്ടുണ്ടോ? VD സതീശന് ധൈര്യമുണ്ടോ RSSനെ വിമർശിക്കാൻ? നരേന്ദ്രമോദിയെ വിമർശിക്കാൻ VD സതീശന് ധൈര്യമുണ്ടോ? RSSനെ വിമർശിക്കാൻ ധൈര്യമുണ്ടോ? BJP വിമർശിക്കാൻ ധൈര്യമുണ്ടോ? മുസ്ലിം ലീഗുകാർ വിമർശിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഈ RSSനെയും BJPയെയും ഏറ്റവും ശക്തമായി നിശിതമായി വിമർശിക്കുക മാത്രമല്ല, RSSനെ നിങ്ങൾക്ക് നേരിടൽ കേവലമായ വിമർശനത്തിലൂടെ നടക്കില്ല.
കാരണം അവരുടെ സോഷ്യൽ എഞ്ചിനീയറിംഗ് അത്രയും ഭീകരമാണ്. ക്ഷേത്രങ്ങളിലൂടെയും മറ്റും നടത്തിക്കൊണ്ടിരിക്കുന്ന ഇടപെടൽ അത്രയും ഭീകരമാണ്. ആ ഇടപെടലുകളെ വളരെ കൃത്യമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് തിരിച്ചുള്ള സോഷ്യൽ എഞ്ചിനീയറിങ്ങിലൂടെ എങ്ങനെയാണ് വർഗീയതയും മതവിശ്വാസവും രണ്ടും രണ്ടായിരിക്കുന്നത്, എങ്ങനെയാണ് ഗാന്ധിജിയുടെ രാമനും ഗോഡ്സെയുടെ രാമനും രണ്ടും രണ്ടായിരിക്കുന്നത് എന്നുള്ള കാര്യം കൃത്യമായ രാഷ്ട്രീയ പ്രത്യയശാസ്ത്ര പ്രചരണത്തിലൂടെ ജനങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് കൂടിയാണ്. ആശയതലത്തിലുള്ള പ്രചരണമാണ് ഒന്നാമത്. അതുപോലെ തന്നെ അവർ വാൾമുന കൊണ്ട് ഓരോ പ്രദേശത്തെയും കൈയടക്കി വെച്ച് കീഴടക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. അങ്ങനെ ശ്രമം നടത്തുമ്പോൾ അതിനെ പ്രതിരോധിക്കുന്നത് ആരാണ്? രാഷ്ട്രീയമായി, പ്രത്യയശാസ്ത്രപരമായി, സംഘടനാപരമായി എല്ലാ അർത്ഥത്തിലും RSSനെ സംഘപരിവാറിനെ പ്രതിരോധിക്കാൻ വേണ്ടി കമ്മ്യൂണിസ്റ്റുകാരില്ലാതെ ഈ കേരളത്തിൽ വേറെ ആരോ ഉള്ളത്? അതിൻ്റെ മുന്നിൽ നിൽക്കാൻ വേണ്ടി കെൽപ്പുള്ള ഏതെങ്കിലും ഒരു ലീഗുകാരനുണ്ടോ? ഏതെങ്കിലും ഒരു കോൺഗ്രസ് ഉണ്ടോ? കെൽപ്പുള്ള കോൺഗ്രസ് ഉണ്ടോ? ഇതൊക്കെ ചെയ്യുന്ന ഞങ്ങൾ കമ്മ്യൂണിസ്റ്റാണ്. അങ്ങനെയുള്ള ഞങ്ങൾക്കെതിരായിട്ട് ഞങ്ങൾ RSSുമായിട്ട് കോംപ്രമൈസ് ചെയ്യാണ് എന്ന് പറഞ്ഞ് പ്രചരണം നടത്തുക. എന്നിട്ടോ ഈ പ്രചരണം നടത്തുന്നവർ വളരെ കൃത്യമായി RSSും BJPയുമായിട്ട് സഖ്യമുണ്ടാക്കുക. ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ നടന്നതല്ലേ? തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJP ജയിച്ചിട്ടുള്ള 40-ലേറെ ഡിവിഷനുകളിൽ കോൺഗ്രസ് 3-ാം സ്ഥാനത്താണ്. കോൺഗ്രസ് 3-ാം സ്ഥാനത്തെന്ന് പറഞ്ഞാൽ 1000 വോട്ടിനേക്കാൾ വോട്ടിൽ കുറവാണ്. 6000-7000 വോട്ട് പോൾ ചെയ്യുന്ന സമയത്ത് 1000 വോട്ട് പോലും കോൺഗ്രസിന് കിട്ടുന്നില്ല. എന്താ കിട്ടാതെ പോകുന്നത്? കൃത്യമായി വോട്ട് മാറ്റിക്കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ചില ഡിവിഷനുകളിൽ കോൺഗ്രസിന് BJPയും വോട്ട് മാറ്റിക്കൊടുക്കുകയാണ്. ഇത് തിരുവനന്തപുരം കോർപ്പറേഷന് മാത്രം കണ്ട കാഴ്ചയാണ്. കണ്ണൂർ ജില്ലയിൽ കുന്നോത്തുപറമ്പ് പഞ്ചായത്തിൽ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകർ വീട് കയറി BJPക്ക് വേണ്ടി വോട്ട് പിടിച്ചില്ലേ? കൃത്യമായി തെളിവില്ലേ? എന്തിന്? മുസ്ലിം ലീഗിൻ്റെ ജില്ലാ പ്രസിഡന്റിൻ്റെ സ്വന്തം നാട്ടിൽ, അദ്ദേഹത്തിൻ്റെ സ്വന്തം വാർഡിൽ BJPക്ക് വേണ്ടി വോട്ട് മറിച്ചില്ലേ? ലീഗിൻ്റെ ജില്ലാ പ്രസിഡന്റിൻ്റെ സ്വന്തം വാർഡിൽ BJPക്ക് വേണ്ടി വോട്ട് മറിച്ചില്ലേ? ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ കിട്ടിയിട്ടുള്ള വോട്ടാണോ UDFന് ആ സ്വന്തം വാർഡിൽ കിട്ടിയിട്ടുള്ളത്? എന്തുകൊണ്ട് അവിടെ വോട്ട് കുറയുകയും അവിടെ BJP കഴിഞ്ഞ തവണ 3-4 വോട്ടിന് മാത്രം ജയിച്ച BJP ഇത്തവണ 250ഓളം വോട്ടിന് ജയിച്ചത് എന്തുകൊണ്ടാണ്? വോട്ട് മറിച്ചേറ്റല്ലേ? അപ്പോൾ സ്വന്തം വാർഡിൽ ഉൾപ്പെടെ ലീഗിൻ്റെ ജില്ലാ പ്രസിഡന്റിൻ്റെ സ്വന്തം വാർഡിൽ ഉൾപ്പെടെ വോട്ട് മറിച്ച് ചെയ്യുന്നു. നാറാത്ത് പഞ്ചായത്തിൽ നടന്നിട്ടില്ലേ? കൂടാളി പഞ്ചായത്തിൽ നടന്നിട്ടില്ലേ? അപ്പോൾ സെലക്ട് ചെയ്ത കേന്ദ്രങ്ങളിൽ ഇടതുപക്ഷത്തെ പരാജയപ്പെടുത്താൻ വേണ്ടി കേരളത്തിലുടനീളം BJPയുമായി സഖ്യമുണ്ടാക്കുന്നു. ഇപ്പോൾ കണ്ടില്ലേ, ഒരു പഞ്ചായത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട മുഴുവൻ മെമ്പർമാരും ഇടതുപക്ഷത്തെ പരാജയപ്പെടുത്താൻ വേണ്ടി BJPക്ക് വോട്ട് ചെയ്യുന്ന നമ്മൾ കണ്ടില്ലേ? BJPയുടെ താല്പര്യാർത്ഥം വോട്ട് ചെയ്യുന്ന കണ്ടില്ലേ? BJPയായിട്ട് അവരെ മാലയിട്ട് സ്വീകരിക്കുന്നത് കണ്ടില്ലേ? അപ്പോൾ BJPയുമായി കൃത്യമായി സഖ്യം ഉണ്ടാക്കുക, കോലീബി സഖ്യം ഉണ്ടാക്കുക. ആ സഖ്യമുണ്ടാക്കുന്നവർ ഞങ്ങൾക്കെതിരായി ഞങ്ങൾ BJPയുമായി കോംപ്രമൈസ് ചെയ്യുന്നു എന്നുള്ള നിരന്തരമായ ഗീബൽസിയൻ പ്രചരണ തന്ത്രത്തിലൂടെ പ്രചരണം നടത്തിക്കൊണ്ട് ഞങ്ങൾ അവരുമായി കോംപ്രമൈസ് ചെയ്യുന്നു എന്നുള്ളൊരു നറേറ്റീവ് ബിൽഡ് ചെയ്യുക. ഇതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് വടകരയിൽ കാണിച്ചതാണ്, ഇത് എൻ്റെ നാട്ടിൽ കാണിച്ചതാണ്. എൻ്റെ നാട്ടിൽ അവിടെ മുസ്ലിം ലീഗിൻ്റെ ഒരു നേതാവ് അവിടെ ഒരു പൊതുയോഗത്തിൽ പ്രസംഗിക്കുക, എടയന്നൂരിൽ പോയിട്ട്. എന്താ പ്രസംഗം? എൻ്റെ വാർഡിൽ അവിടെയുള്ള ഇടതുപക്ഷ പ്രവർത്തകർ വീടുകളിൽ പോയിട്ട് മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥി അവൻ മുസ്ലിമാണ്, അതുകൊണ്ട് അവന് വോട്ട് ചെയ്യരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഇടതുപക്ഷ പ്രവർത്തകർ വീട്ടിൽ പോയിട്ട് പ്രചരണം നടത്തുന്നു. ഇതാ പ്രചരണം. നിങ്ങൾ മനസ്സിലാക്കേണ്ട, എൻ്റെ വാർഡ് 70% മുസ്ലിം ജനസാമാന്യം താമസിക്കുന്ന വാർഡാണ് എൻ്റെ വാർഡ്. ആ വാർഡിൽ പോയിട്ട് ലീഗിൻ്റെ സ്ഥാനാർത്ഥി മുസ്ലിമാണ് എന്ന് പറഞ്ഞിട്ട് പ്രചരണം നടത്തി കഴിഞ്ഞാൽ ഇടതുപക്ഷം ജയിക്കുമോ? ഈ പ്രസംഗിക്കുന്നവനതറിയില്ല. ഇങ്ങനെ ഒരു പ്രസംഗം നടത്തിപ്പിക്കുക. എന്നിട്ടെന്ത്? അവർക്കറിയാം എൻ്റെ വാർഡിൽ 70% മുസ്ലിം ഇസ്ലാം മതവിശ്വാസികൾ ജീവിക്കുന്ന പ്രദേശമാണ്. അപ്പോൾ ഇങ്ങനെ ഒരു പ്രസംഗം എടുക്കുക, ആ വീഡിയോ എടുത്തിട്ട് എല്ലാ വീട്ടിലും കാണിക്കുക. കമ്മ്യൂണിസ്റ്റുകാർ മതം പറഞ്ഞിട്ടാണ് വോട്ട് പിടിക്കുന്നത് കാണിക്കുക. എന്നിട്ട് കമ്മ്യൂണിസ്റ്റുകാർ മതം പറഞ്ഞിട്ടാണ് വോട്ട് പിടിക്കുന്നതെന്ന് പറയുന്ന ഒരു നറേറ്റീവ് അവിടെ ബിൽഡ് ചെയ്യുക. എന്നിട്ട് അവിടെയുള്ള ഇടതുപക്ഷത്തിൻ്റെ കൂടെ അവരുടെ ജീവിതാനുഭവങ്ങളിലൂടെ ഇടതുപക്ഷത്തിൻ്റെ കൂടെ കുറേ കാലമായി
നിൽക്കുന്ന ജനസാമാന്യത്തെ വർഗീയമായി ചിന്തിപ്പിക്കുക. അതാണ് എൻ്റെ വാർഡിൽ ഉൾപ്പെടെ ജമാഅത്തെ ഇസ്ലാമിയും മുസ്ലിം ലീഗും ചേർന്നിട്ട് നടത്തിയിട്ടുള്ളത്. നിങ്ങൾ ആ നാട്ടിൽ പോയി പരിശോധിച്ചാൽ മനസ്സിലാവും. 70% ഇസ്ലാം മത വിശ്വാസികളുള്ള വാർഡാണ് എൻ്റെ വാർഡ്. അപ്പോൾ ഒരു ഭാഗത്ത് ഇടതുപക്ഷം BJP-യുമായിട്ട് സഖ്യത്തിലാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പെരുന്നുണ പ്രചരിപ്പിക്കുക. എന്നിട്ട് പ്രചരിപ്പിക്കുന്നതിൻ്റെ മറവിൽ കോലി സഖ്യം ഉണ്ടാക്കുക, പലയിടങ്ങളിലും BJP-യെ സഹായിക്കുക, തിരിച്ച് BJP-യുടെ സഹായം വാങ്ങുക. ഈ ഒരു കുതന്ത്രമാണ് ഈ കേരളത്തിൽ UDF നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് വളരെ വളരെ വ്യക്തമാണ്. അപ്പോൾ അത് ഇപ്പോഴാളുകൾ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഒരു നറേറ്റീവാണ് ബിൽഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്. അപ്പോൾ അതിനെതിരായിട്ടുള്ള ജനങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ടുള്ള ഇടപെടൽ ഞങ്ങൾ നടത്തും, ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു അപകടം എവിടെയാണ്? ഇത് കേരളമെന്ന് പറഞ്ഞ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ്. നമ്മുടെ നാട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, മറ്റ് സംസ്ഥാനങ്ങളിൽ പോയി കഴിഞ്ഞാൽ ജനങ്ങൾ മതാടിസ്ഥാനത്തിൽ ജാതി അടിസ്ഥാനത്തിൽ ഒക്കെയാണ് ആളുകൾ താമസിക്കുന്നത്. ഇടകലർന്ന് ഇടപഴകി ജീവിക്കുന്നൊരു ഇടം ഇന്ത്യയിൽ വേറെ സ്ഥലത്ത് കാണാൻ കഴിയില്ല, കേരളത്തിൽ മാത്രമാണ്. ഈ വർഗീയ പ്രചരണം നമ്മളെ എവിടെ എത്തിക്കുക? ഞാൻ ലീഗുകാരോട് പറയാണ്, ഈ കേരളത്തിൽ ഇന്ത്യ രാജ്യത്ത് അവശേഷിക്കുന്ന വെളിച്ചം ഈ കേരളത്തിലേ ഉള്ളൂ. ആ വെളിച്ചം നിങ്ങളുടെ വർഗീയ പ്രചരണത്തിലൂടെ തല്ലിക്കെടുത്തരുത്. നിങ്ങൾ ചെയ്യുന്നത് അങ്ങേയറ്റം അപകടകരമായിട്ടുള്ള കാര്യമാണ്. മനുഷ്യരെ ഹിന്ദുവെന്നും മുസ്ലിമെന്നും ക്രൈസ്തവനെന്നും വിഭജിക്കാനുള്ള RSSൻ്റെ സംഘപരിവാറിൻ്റെ രാഷ്ട്രീയ അജണ്ടയ്ക്ക് വഴിമരുന്നിട്ട് കൊടുക്കുകയാണ് മുസ്ലിം ലീഗും ജമാഅത്തെ ഇസ്ലാമിയും കേരളത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപകടകരമായ നീക്കമാണ്. അതിനെ പ്രതിരോധിക്കാൻ മതേതര കേരളം ഒറ്റക്കെട്ടായി മുന്നോട്ടേക്ക് വരുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്.